നമുക്ക് തേങ്ങ ഇല്ലാതെ ഏത്തയ്ക്കായും തക്കാളിയും പച്ചമുളകും വെച്ച് ഒരു മോര് കറി ഉണ്ടാക്കാം, തേങ്ങയൊന്നും അരയ്ക്കാതെ. അപ്പോൾ ഇത് എല്ലാം കൂടെ വേകട്ടെ. ഉപ്പിട്ട് വേവിക്കണം. ഇതിലേക്ക് കുറച്ച് ഉപ്പിടാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. ഇത് നല്ലപോലെ തിളച്ച് വേകട്ടെ. അത് വെന്ത് ഒരു പച്ചക്ക, ഒരു തക്കാളി, 2 പച്ചമുളക് അത് വെന്ത് ഒന്ന് ആറിയിട്ട് തൈര് ഒഴിക്കുക. വലിയ പിരിഞ്ഞു പോകും. എന്നിട്ട് നമുക്ക് അതിന് വേണ്ടുന്ന മസാല ഇടാം. ഒരു പിഞ്ച് ജീരകം, മഞ്ഞൾ ഓൾറെഡി ഇട്ടിട്ടുണ്ട്, ഇത് ശകലം. എന്നിട്ട് ഒരു ഇച്ചിരി ഉലുവപ്പൊടി, ഉലുവയുടെ വറുത്ത് പൊടിച്ച പൊടി, എന്നിട്ട് ചെറിയ ഉള്ളി. തേങ്ങ അരയ്ക്കുന്നത് നല്ലതാണ്. തേങ്ങ എൻ്റെ അടുത്തില്ല, അതുകൊണ്ട് തേങ്ങ ഇല്ലാതെ നമുക്കിത് വയ്ക്കാം എന്ന് കാണിക്കുക കേട്ടോ. തേങ്ങ ഇന്നില്ല, എൻ്റെ അടുത്തില്ല, പോയി മേടിക്കാൻ ആളില്ല, അതുകൊണ്ട് നമുക്കിങ്ങനെ വയ്ക്കാം. ഇത് അരച്ചെടുത്ത് ഇത് നമുക്ക് അതിലോട്ട് ഒഴിക്കാം. കൂടുതലാന്ന് തോന്നുന്നു, വേണമെങ്കിൽ ഒഴിക്കാം. എന്നിട്ട് നമുക്കത് ഇളക്കാം. ചൂടോടെ ഒഴിക്കരുത്, നമുക്കിനി തൈര്, ഇങ്ങനെയുള്ള തൈര് ഒഴിക്കാം. അത് കുപ്പിയിൽ മോരായിരുന്നു, ഞാൻ മോരാന്ന് പറഞ്ഞ് ഒഴിച്ചപ്പോൾ അത് കട്ടയായിരുന്നു. പിന്നെ ഇപ്പോൾ അത് മിക്സിയിലിട്ടൊന്ന് അടിച്ച് അതൊഴിച്ച് ചെറുതായിട്ട് ചൂടാക്കി കടുക് താളിക്കാം. മോരായതുകൊണ്ട് കൈവിടാതെ ഇളക്കണം. കറിവേപ്പില ഇടാം. കൈവിടാതെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇപ്പോൾ നമുക്ക് മോര് കറിക്ക് കടുക് വറുക്കാം. എണ്ണയൊക്കെ കുറച്ച് ഒഴിച്ചാൽ മതി കേട്ടോ. എണ്ണ ചൂടായി കടുക് ഇടാം. കുറച്ച് വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, പിന്നെ കുറച്ച് കൊച്ചുള്ളി അരിഞ്ഞത്, ഇതൊരു ശകലം കായം, ഇച്ചിരി കുറച്ചേ ഉള്ളൂ, കുറച്ച് ഒരു മണത്തിനത്. കറിവേപ്പില, 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, 2 പഴം. മീൻ വറുത്തുകൊണ്ടിരിക്കുന്നു. ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടി ഇടിച്ച് പുളിയൊക്കെ ചേർത്ത്, മുളക് പൊടി ഇല്ലാതെ. ഇത് ചെറുതായിട്ട് മുളക് പൊടി ഇടാം. എന്തിനാണെന്നറിയാമോ? മേളിൽ നല്ല കളറിലിരിക്കും. ഇത് കുറച്ച് മതി, ഉണ്ടോ? ശകലം ഇട്ടിട്ട് ഇളക്കി മോരിൻ്റെ പുറത്ത് ഒഴിക്കുമ്പോൾ നല്ല കളർ കിട്ടും, നല്ല രസമായിട്ട്. കടുക് താളിച്ചൊഴിച്ച്, തേങ്ങ ഇല്ലെങ്കിൽ നല്ല, തേങ്ങ ഉണ്ടാ സൂപ്പറാണ്. തേങ്ങ ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ വെച്ചെടുക്കാം. സവാളയൊന്നും ഇടണ്ട. മീൻ മൂത്ത് വന്നു. ഓക്കെ, എല്ലാവരും ഇതുപോലെ ചെയ്യണേ. നമുക്കിനി മോരും മീൻ വറുത്തതിൻ്റെയും കൂടെ നമുക്കൊരു പയർ കുത്തിക്കാച്ച്, കൊല്ലത്തല്ല, തൃശ്ശൂർക്കാരുടെ ഒരു കറി വെക്കാം. പയർ എണ്ണ ഒഴിച്ച്, എണ്ണ കുറച്ച് മതി. കടുവിട്ട് പൊട്ടി വെളുത്തുള്ളി, പച്ചമുളക്, സവാള എല്ലാം കൂടെ ഇളക്കാം.
ആവശ്യത്തിന് ഉപ്പ്. ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടാം. ഇത് ചതച്ച മുളക്. കുറച്ചിട്ടാൽ മതി, നമ്മുടെ ഇഷ്ടത്തിന്. ഇത് മൂക്കണ്ട, ഇനി നമുക്ക് പയറിടാം. ഇനി നമുക്ക് ഇളക്കി ശരിയാക്കാം. ഇത് ഇളക്കി റെഡിയാക്കി ഇനി അത് അടപ്പ്, വെള്ളമൊന്നും ഒഴിക്കല്, ചെറു തീയിൽ ആവിയിൽ അത് വേവണം. ആവിയിൽ വെന്തിട്ട് നമുക്ക് ആവിയിൽ വേവട്ടെ. മീനും റെഡിയാവുന്നുണ്ട്. പയറ് ശരിയായിക്കൊണ്ടിരിക്കുന്നു. ഇത് രാവിലെ എൻ്റെ കൊച്ചുമോൾക്ക് തലയിൽ തേക്കാൻ കഞ്ഞിവെള്ളം കുളിപ്പിക്കാൻ വെക്കാൻ പോവാണ്. രാവിലെ തലയിൽ തേക്കാനാണ്. മുടി തലയ്ക്കൊക്കെ നല്ല ഉന്മേഷമാണ് കഞ്ഞിവെള്ളം. കറിവേപ്പില, പയറ് കുത്തിക്കാട്ടി ശരിയായി. വിഷുക്കാരി വെക്കുന്നത് വെച്ചതാണ്. ഓക്കെ.